നമസ്കാരം. ധർമ്മടത്ത് പിണറായി വിജയൻ തോൽക്കുമെന്ന് പറഞ്ഞാൽ കടുത്ത പിണറായി വിരുദ്ധർ പോലും എന്നെ പരിഹസിക്കുമെന്നറിയാം. അത്തരം വിവരക്കേട് പറയാൻ ഞാൻ ആളുമല്ല. ധർമ്മടത്ത് വിജയൻ തോൽക്കാനുള്ള സാധ്യത 1% മാത്രമാണ്. 99% തോൽക്കില്ല. പക്ഷേ ഈ 1% അങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ടതല്ല. തോൽക്കുമോ ജയിക്കുമോ എന്നതല്ല, നേരെ മറിച്ച് പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം എത്ര കുറയും എന്നത് ഇക്കുറി നിർണായകമാണ്. കഴിഞ്ഞ തവണ പിണറായി വിജയൻ നേടിയ ഭൂരിപക്ഷം 50,000 വോട്ടിൻ്റേതായിരുന്നു. പിണറായി വിജയന് ശൈലജ ടീച്ചറിനോട് ഇത്രയേറെ ശത്രുത തോന്നാൻ കാരണവും പിണറായിയേക്കാൾ ഭൂരിപക്ഷം ശൈലജയ്ക്ക് കിട്ടി എന്നതാണ്. ഈ 50,000 വോട്ട് കഴിഞ്ഞ തവണ നേടിയതുകൊണ്ട് തന്നെ ആ ഭൂരിപക്ഷം 25,000-ലേക്ക് കുറഞ്ഞാൽ പിണറായി വിജയൻ്റെ നാട്ടുകാർ 25,000 പേർ കൂടുതലായി പിണറായിയെ വെറുക്കുന്നു എന്നാണ് അർത്ഥം. ധർമ്മടംകാർക്ക് പിണറായിയെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവരുടെ നാടിൻ്റെ പേര് ലോകം മുഴുവൻ എത്തിയത് പിണറായി മൂലമാണ്. പിണറായി ഇല്ലായിരുന്നെങ്കിൽ ധർമ്മടത്തിനൊരു മുഖ്യമന്ത്രിയെ കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് അവർ രാഷ്ട്രീയം മറന്ന് പിണറായിയെ ഇഷ്ടപ്പെട്ടു. എന്നാൽ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ മികവ് കൊണ്ടല്ല ധർമ്മടം CPM-ന് കീഴടങ്ങിയത്. നേരെ മറിച്ച് അതൊരു പാർട്ടി മണ്ഡലമായതുകൊണ്ടാണ്. CPM-ൻ്റെ ഏറ്റവും വലിയ കോട്ടകളിൽപ്പെടും ധർമ്മടവും. അവിടെ പിണറായി വിജയൻ എന്നല്ല, CPM-ൻ്റെ ലേബലിൽ പോയി മത്സരിക്കുന്നത് ഷാജൻ സ്കറിയാണെങ്കിലും ജയിക്കും. ചുറ്റികാരിവാൾ നക്ഷത്രത്തിനാണ് അവർ വോട്ട് ചെയ്യുന്നത്, പിണറായിക്കോ ഷാജൻ സ്കറിയായിക്കോ അല്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇക്കുറി പിണറായിയുടെ ജനപ്രീതി അളക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമായി ധർമ്മടം മാറും. ഏതാണ്ട് 10 ദിവസത്തോളം നീണ്ട മറുനാടൻ സർവേയിൽ ദൃശ്യമായ ഒന്ന് സംസ്ഥാന വ്യാപകമായി പ്രചരിക്കുന്ന വലിപ്പം കൂടുന്ന പിണറായി വിരുദ്ധതയാണ്. അത് ഭരണവിരുദ്ധതയോ CPM വിരുദ്ധതയോ അല്ല, പിണറായി വിരുദ്ധതയാണ്. പിണറായി വിജയൻ ഇനി ഭരിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുകാരും BJP-ക്കാരും മാത്രമല്ല, CPM-കാർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പിണറായി ഇക്കുറി ധർമ്മടത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. അവരുടെ ഇടയിലുള്ള ഒരു സഖാവിനെയാണ് അവർ മുഖ്യമന്ത്രിയാവാൻ തെരഞ്ഞെടുത്ത് വിട്ടത്. ആ സഖാവാണ് അഴിമതിയുടെയും ധൂർത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും പ്രതീകമായി മാറിയത്. ആ സഖാവാണ് പച്ചവർഗീയത വിളമ്പി തെരഞ്ഞെടുപ്പിൽ വിജയം തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി പിണറായിയുടെ കാലിടറും എന്ന് തന്നെയാണ് സൂചന. പ്രത്യേകിച്ച് കണ്ണൂരിൽ ജനിച്ചു വളർന്ന് പഠനകാലത്ത് CPM ഗുണ്ടകളിൽ നിന്നും ജീവന് ഭീഷണിയുള്ളതുകൊണ്ട് പോലീസ് കാവലിൽ കോളേജിൽ പോവേണ്ടി വന്ന VP അബ്ദുൾ റഷീദ് എന്ന മിടുമിടുക്കനായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഇക്കുറി പിണറായിയെ നേരിടുന്നത്. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ MV ഗോവിന്ദനെതിരെ VP അബ്ദുൾ റഷീദ് മത്സരിച്ചപ്പോൾ അതിനു മുമ്പത്തെ തവണ ജെയിംസ് മാത്യു നേടിയ ഏതാണ്ട് 50,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേരെ പകുതിയാക്കി കുറച്ച ആളാണ് VP അബ്ദുൾ റഷീദ്. ഷാഫി പറമ്പലിനെയും K സുധാകരനെയും ഒക്കെ പരിഗണിച്ച ശേഷം അബ്ദുൾ റഷീദിനെ ധർമ്മടത്തേക്ക് അയച്ചത് കൃത്യമായ അജണ്ടയോടെയാണ്. ധർമ്മടം എന്ന് പറയുന്നത് നീതിമാന്മാരായ ഏറെ സഖാക്കളുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണെന്നും തൊഴിലാളികളുടെ സംരക്ഷകരാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ വിപ്ലവം വരുമ്പോൾ ഇവിടെ തുല്യതയുണ്ടാവുമെന്നും വിശ്വസിക്കുന്ന പാവങ്ങൾ. അവർക്ക് സഹിക്കാനേ കഴിയില്ല പിണറായിസ്റ്റ് രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ നിശബ്ദമായി സഖാക്കൾ ഇക്കുറി പിണറായിക്കെതിരെ പ്രതിഷേധ സൂചകമായി വോട്ട് ചെയ്യും എന്നാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലുമുള്ള സൂചനകൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായ K സുധാകരന് ധർമ്മടത്ത് കേവലം 4,099 വോട്ടുകൾ മാത്രമായിരുന്നു കുറവ്. 2024 K സുധാകരനേക്കാൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നേടിയത് 2,616 വോട്ട് മാത്രം. എന്ന് വെച്ചാൽ കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ധർമ്മടത്തെ സഖാക്കൾക്ക് ഒരു മടിയുമില്ലെന്നർത്ഥം. അത്തരമൊരു സാഹചര്യം ഇപ്പോഴും രൂപപ്പെടുന്നു എന്നാണ് പാർട്ടി ഗ്രാമങ്ങളിലെ സൂചന. മാത്രമല്ല, കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി കണ്ണൂരിലെ മുസ്ലിം സമൂഹത്തിന് CPM-നോടൊരു ആഭിമുഖ്യമുണ്ടായിരുന്നു. മുസ്ലിം സമൂഹവും CPM-ഉം അത്ര രസത്തിലായിരുന്നില്ല ദീർഘകാലം. എന്നാൽ AP അബ്ദുള്ളക്കുട്ടി എന്ന ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് 2 തവണ MP ആക്കിയതോടെ കണ്ണൂരിലെ മുസ്ലിം മനസ്സ് പതിയെ പതിയെ മാറി തുടങ്ങി. അബ്ദുള്ളക്കുട്ടിയെ പോലെ ഒരാൾക്ക് MP സ്ഥാനം കൊടുത്തത് കണ്ണൂരിൽ CPM-ലേക്ക് മുസ്ലിം സമൂഹത്തെ ആകർഷിക്കാൻ പ്രധാന കാരണമായി മാറി. എന്നാൽ പിന്നീട് അബ്ദുള്ളക്കുട്ടി BJP-യിലേക്ക് പോകുന്നു. പകരം ഷംസീറിനെ ഇറക്കിയാണ് ആ ഗ്യാപ്പ് അവർ നികത്തിയത്. തലശ്ശേരിയുടെ MLA എന്ന നിലയിൽ സ്പീക്കറായ ഷംസീർ ഏറെ ശ്രദ്ധ നേടി. അബ്ദുള്ളക്കുട്ടിയിലൂടെ CPM-നോടടുത്ത മുസ്ലിം സമൂഹത്തിനെ അവിടെ തന്നെ തുടരാൻ അത് കാരണമായി. കണ്ണൂരിൽ ഇതിനു മുമ്പും മിടുക്കരായ പല മുസ്ലിം സഖാക്കളും
CPM-ൻ്റേതായി ഉണ്ടായിരുന്നു. ദീർഘകാലത്തിന് ശേഷം കണ്ണൂരിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെപ്പോലും പ്ലേസ് ചെയ്യാതെ മുസ്ലിം ലീഗ് പേടി പറഞ്ഞ് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോൾ കണ്ണൂരിലെ മുസ്ലിം സമൂഹത്തിന് ആശങ്കയും നിരാശയുമുണ്ട്. അവർ പതിയെ പതിയെ CPM-ൽ നിന്നും അകലുന്നു. ധർമ്മടം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് തലശ്ശേരി തന്നെയാണ്. തലശ്ശേരിയോട് ചേർന്ന് കിടക്കുന്ന ധർമ്മടത്ത് തന്നെയാണ് ബ്രണ്ണൻ കോളേജ് പോലും. അവിടെ BJP ഒരു ഭീഷണിയുമല്ല. അതുകൊണ്ട് തന്നെ ധർമ്മടത്തെ മുസ്ലിം വോട്ടർമാർ VP അബ്ദുൾ റഷീദിനെ വോട്ട് ചെയ്താൽ തന്നെ പിണറായിയുടെ നെറ്റി വിയർക്കും. ഇത് കേവലം ധർമ്മടത്തെ കാര്യം മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി ഒരു കടുത്ത പിണറായി വിരുദ്ധത പരക്കുന്നു എന്നത് സത്യമാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമല്ല, സകലയിടങ്ങളിലും ആളുകൾ ഏകമനസ്സോടെ പറയുന്നു പിണറായി ഇനി വേണ്ടെന്ന്. CPM-നോട് ഇഷ്ടമുള്ളവർ പോലും പറയുന്നു പിണറായി ഇല്ലാത്ത CPM മതി, അല്ലെങ്കിൽ പാർട്ടി ഇല്ലാതാവുമെന്ന്. മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് വെള്ളാപ്പള്ളി നടേശനെ രക്ഷകനായി കൊണ്ടു നടന്ന് മലപ്പുറത്തെ അധിക്ഷേപിച്ച് പിണറായി നടത്തിയ രാഷ്ട്രീയ നീക്കം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ചില്ലറയല്ല. അവരെല്ലാം ഏകമനസ്സോടെ പിണറായിക്കെതിരായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായക ഘടകമായി മാറുന്നത് CPM വിരുദ്ധ മുസ്ലിം വോട്ടുകൾ തന്നെയാവും. എവിടെയെല്ലാം മുസ്ലിം വോട്ടുകളുണ്ടോ അവിടെയെല്ലാം CPM-ന് വലിയ തിരിച്ചടിയുണ്ടാവും എന്ന് തീർച്ച. ഇതിൻ്റെ സൂചനകൾ പലയിടങ്ങളിലും കണ്ടു കഴിഞ്ഞു. ഞാൻ 3 മണ്ഡലങ്ങളുടെ കാര്യം പറയാം. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറ്, തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം, തിരുവനന്തപുരത്തെ നേമം. മൂന്നിടത്തും കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ തവണ ബഹുദൂരം പിന്നിൽ 3-ാം സ്ഥാനത്തായിരുന്നു. നേമത്തും കഴക്കൂട്ടത്തും BJP-യും CPM-ഉം തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പൂഞ്ഞാറിൽ CPM-ഉം PC ജോർജും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. ഈ മൂന്നിടത്തെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്. PC ജോർജ് BJP ആയി എന്ന് മാത്രം. ഇവിടെയൊക്കെ കോൺഗ്രസ് പാർട്ടി ബഹുദൂരം പിന്നിലായിരുന്നു കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പെങ്കിൽ ഇത്തവണ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളായി ഈ മൂന്നിടത്തും കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു. ഈ മൂന്നിടത്തും കോൺഗ്രസ് പാർട്ടിയും BJP-യും തമ്മിലായി മത്സരം. CPM 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണ മൂന്നിടത്തും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിച്ചതാണെന്ന് ഓർക്കണം. മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടുകൂടി കോൺഗ്രസ് പാർട്ടിക്ക് മാറിയത് കൊണ്ടാണ് ഈ മൂന്നിടത്തും ഇത്തരം സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദോ നേമത്ത് ശബരിനാഥോ മുൻപിലെത്തുമെന്ന് ആരും കണക്കാക്കിയിരുന്നില്ല. എന്നാൽ ഈ മാറ്റമുണ്ടാവാൻ കാരണം മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് UDF-നോ കോൺഗ്രസിനോ ഒപ്പം എത്തി എന്നതാണ്. ഇത് എല്ലായിടത്തും പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ്. സംസ്ഥാന വ്യാപകമായി ഒരു UDF അനുകൂല തരംഗം ശക്തിപ്പെട്ടിട്ടുണ്ട്. ആകപ്പാട് UDF-ന് എതിരായിരുന്ന LDF-ന് അനുകൂലമായിരുന്ന ഒരേ ഒരു സാഹചര്യം UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ഭരണമായിരിക്കും എന്ന മൃദുഹിന്ദുക്കളുടെ ആശങ്കയായിരുന്നു. അത്തരത്തിൽ വലിയ പ്രചരണം നടന്നു. ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം മാത്രമല്ല, KM ഷാജിയുടെ പ്രസംഗങ്ങളും ഹിന്ദു വോട്ടുകൾ UDF-നെതിരായി ഒരു പരിധിവരെ ഏകീകരിക്കാൻ കാരണമായി. എന്നാൽ CPM-ൻ്റേത് കള്ളത്തരമാണെന്നും ജമാഅത്ത് ഇസ്ലാമിയേക്കാൾ വിഷമുള്ള SDPI-യെ ചേർത്ത് പിടിച്ചാണ് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ഹിന്ദു സമൂഹം മനസ്സിലാക്കി. ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും നേരിടാൻ CPM-ന് വോട്ട് ചെയ്യുന്നത് അതിനേക്കാൾ വലിയ ആപത്തായിരിക്കുമെന്നും SDPI വർഗീയ പാർട്ടിയാണെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്ത CPM-നെ പിന്തുണച്ചാൽ അത് കൂടുതൽ വിനയാകുമെന്നും ഹിന്ദു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കുറി സർവേകളിൽ കണ്ടതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അതിശക്തമായൊരു കൊടുങ്കാറ്റ് കഴിഞ്ഞ 2-3 ദിവസമായി UDF-ന് അനുകൂലമായി വീശിക്കൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലും ന്യൂസ് മലയാളവും മാതൃഭൂമി ചാനലുമൊക്കെ LDF-നും ജയിക്കാം UDF-നും ജയിക്കാം എന്ന് പറഞ്ഞ് തടിതപ്പുമ്പോഴും മറുനാടൻ സർവേ UDF-ന് 81 എന്ന എഡ്ജിൽ കൊണ്ടെത്തിക്കുമ്പോഴും ഒരു കാര്യം സത്യമാണ്. അതിനുശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്ന ധ്രുവീകരണം അത് UDF-ന് അനുകൂലമാണ്. ഈ ധ്രുവീകരണം 2 ദിവസം കൂടി തുടർന്നാൽ VD സതീശൻ പറഞ്ഞതുപോലെ 100 കടന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല.